ബഹുമാനപ്പെട്ട മാത്യു മൂലക്കാട്ട് പിതാവ്, യോഗ അധ്യക്ഷൻ ശ്രീ ജോണീസ്, അതിരൂപത ജനറൽ സെക്രട്ടറി ശ്രീ അമ്പിൽ സണ്ണി, ബഹുമാനപ്പെട്ട ടീനേഷ് അച്ഛൻ, സംഘടനയുടെ ഭാരവാഹികളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ആത്മീയ ആചാര്യന്മാരുമായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, KCYL-ൻ്റെ പ്രവർത്തകരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു സാധാരണ യുവജന പരിപാടിയിൽ പങ്കെടുത്ത് പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ് വന്നത്. പക്ഷേ ആ വാതൊക്കെ വന്നപ്പോൾ തന്നെ ചടുലമായ ഗംഭീരമായൊരു നൃത്തത്തോടെ നമ്മളെ ഇങ്ങ് സ്വീകരിച്ചു കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ കൂടെ ഒന്ന് നൃത്തം ചവിട്ടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിതാവ് കൂടെ ഉണ്ടായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് നിയന്ത്രിച്ച് നിർത്തുക ചെയ്തേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പയ്യൊന്ന് തുടങ്ങിയാൽ പിതാവ് കൂടെ തുടങ്ങുന്ന മട്ടി നിൽക്കുകയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ആവേശത്തിൽ ആ പാട്ടിനൊപ്പം ആ സംഗീതത്തിനൊപ്പം നല്ല നിറഞ്ഞു നിൽക്കുകയായിരുന്നു പിതാവും. അപ്പോൾ ഇത്രയും എനർജിയുള്ള, ഇത്രയും ആവേശമുള്ള, ഇത്രയും മിടുക്കരായ ചെറുപ്പക്കാരോടൊപ്പം ഒരു ഞായറാഴ്ച ചെലവഴിക്കാൻ പറ്റിയെന്നത് സന്തോഷകരമായ ഒരവസരമാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. ഒപ്പം നിങ്ങളുടെ നേതാക്കന്മാർ, ലീഡേഴ്സ്, ടീനേഷ് അച്ഛൻ മുതൽ ജോണീസും അമലും ഒക്കെ അവരുടെ പ്രസംഗത്തിലൂടെ, സംഭാഷണത്തിലൂടെ നിങ്ങളെയൊക്കെ ആവേശം കൊള്ളിക്കുന്ന നേതാക്കന്മാരാണെന്നും എനിക്ക് മനസ്സിലായി. ജോണീസിനെ കുറേ കാലമായിട്ട് എനിക്കറിയാം. ഉഴവൂരെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ പലതവണ പല പരിപാടികൾക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ പലവിധ യാത്രകൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച അത്ര നിർബന്ധപൂർവ്വം ക്ഷണിച്ചിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഈ പരിപാടിക്ക് അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാൻ വരണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് മുമ്പ് രഹസ്യമായിട്ട് പറഞ്ഞു. പലപ്പോഴും ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച് MC പറഞ്ഞ പോലെ ബഹിരാകാശ യാത്രയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നെ പരിചയപ്പെടുത്താറുണ്ട് പലപ്പോഴും ഇത്തരം പരിപാടികളിലൊക്കെ. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ പിതാവ് എൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങളുടെ ബഹിരാകാശ യാത്ര എവിടം വരെ ആയെന്നാണ്. ഇത് പലപ്പോഴും പല തമാശകളും ഉണ്ടാകാറുമുണ്ട്. ഒരിക്കൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട MP, ഇപ്പോൾ MP ആയിട്ടുള്ള ആളല്ല, നേരത്തെ കുറച്ചു കാലം മുമ്പ് MP ആയിരുന്ന ഒരാൾ ഇതുപോലൊരു ചടങ്ങിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ബഹിരാകാശ യാത്ര നടത്തി ഞാൻ ചന്ദ്രനിൽ പോയി ഇറങ്ങി എന്നൊക്കെ വരെ അദ്ദേഹം പ്രസ്താവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ചന്ദ്രനിൽ പോയി ഇറങ്ങിയ ആദ്യത്തെ ഒരാൾ എന്ന മട്ടിൽ അദ്ദേഹം എനിക്ക് ആദരവൊക്കെ തരികയും ചെയ്തു. വേറൊരാൾ സ്വാഗതം ആശംസിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഇദ്ദേഹത്തെ സ്വീകരിച്ച് ഇങ്ങനെ ഈ പരിപാടിയിൽ കൊണ്ടുവന്ന് ഇത്ര ചെറിയൊരു സദസ്സിലിരുത്തിയാൽ പോരാ, ഇദ്ദേഹം ബഹിരാകാശത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അതിഗംഭീരമായ സ്വീകരണം നമ്മൾ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ബഹിരാകാശ യാത്രയായിട്ട് ബന്ധപ്പെട്ടും എൻ്റെ യാത്രകളെ സംബന്ധിച്ചും ധാരാളം കഥകളും തമാശകളും ഒക്കെ ഞാൻ ദൈനംദിനം കണ്ടും അനുഭവിച്ചുമൊക്കെ ഇരിക്കുകയാണ്. നിങ്ങളുടെ ഈ എനർജി, നിങ്ങളുടെ ഈ ആവേശം, നിങ്ങളുടെ ഈ കൂട്ടായ്മ, നിങ്ങളുടെ ഈ കഴിവുകളൊക്കെ കാണുമ്പോൾ വലിയ ആവേശം എനിക്കുണ്ടാകുന്നുണ്ടെങ്കിലും ഞാൻ അവിടെ ഇരുന്നപ്പോൾ ചിന്തിച്ചത് ചെറിയൊരു ദുഃഖത്തോടു കൂടിയാണ്. ഈ എനർജിയും ഈ ആവേശവും ഒക്കെ കേരളത്തിന് അവകാശപ്പെട്ടതാണോ എന്നായിരുന്നു എൻ്റെ ചിന്ത. ഞാനിപ്പോൾ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു മെമ്പർ കൂടിയാണ്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ പലതും ആവിഷ്കരിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ആ പ്രശ്നം ഇനി വരാനിരിക്കുന്ന തലമുറകളിൽ എത്ര പേരെ ഈ കേരളത്തിൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ്. ഈ ആവേശമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ അടുത്ത വിമാനത്തിൽ ഒരു അന്യരാജ്യത്തേക്ക് പറക്കാൻ ഒരുങ്ങിയിരിക്കുന്നവരാണോ നിങ്ങളിൽ വലിയൊരു ശതമാനം ചെറുപ്പക്കാരെന്നത് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്.
ആശങ്കപ്പെടുത്തുന്നുണ്ട്, കേരളത്തെ ഒന്നാകെ നിരാശയിലാക്കുന്നുണ്ട്. തീർച്ചയായും ലോകത്തിൻ്റെ അതിരുകളിലേക്ക് സാധ്യതകൾ തേടി നമ്മൾ യാത്ര ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ച ചില രാജ്യങ്ങളിലും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. ആ രാജ്യങ്ങളിൽ വീടൊഴിഞ്ഞു കിടക്കുന്ന ഗ്രാമങ്ങൾ, കെട്ടിടങ്ങൾ തകർന്ന നിലയിലായ പട്ടണങ്ങൾ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവും അർമേനിയ എന്നൊരു രാജ്യം. പ്രതിഭാശാലികളുടെ ഒരു നാടായിരുന്നു അർമേനിയ. പഴയ, എനിക്ക് തോന്നുന്ന ലോകത്തെ ആദ്യത്തെ ഒരു ക്രിസ്ത്യൻ രാജ്യം അർമേനിയയായിരുന്നു. ഇന്ന് അർമേനിയയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഗ്രാമങ്ങളിലെ 50% വീടുകൾ കാട് പിടിച്ച് കിടക്കുകയാണ്, തകർന്നു തുടങ്ങിയിരിക്കുന്നു. കുടിയേറുകയാണ്, അവസരങ്ങൾ തേടി, സാധ്യതകൾ തേടി, നാട് കൊടുക്കാത്ത അവസരങ്ങളും സാധ്യതകളും തേടി അന്യനാടുകളിലേക്ക് യുവജനങ്ങൾ കുടിയേറുന്നു. ആ യുവജനങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ അവരുടെ മക്കളും കുടുംബങ്ങളും അവിടെ തന്നെ തുടരുന്നു. ആ നാട് ഒരു ഊഷരഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ടാകുന്നതിനെയും നമ്മൾ വലിയ ആശങ്കയോടെ കാണേണ്ടതുണ്ട്. നിങ്ങളുടെ ആവേശം, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കഴിവുകൾ അത് ഈ ജനിച്ച നാടിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുമ്പോഴാണ് പൂർണ്ണതോതിൽ അത് സാർത്ഥകമായി മാറുന്നതെന്ന് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ ജോണീസ് KCYM നിന്ന് ധാരാളം പ്രതിഭകളെ പല മേഖലകൾക്ക് സംഭാവന ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞു. വളരെ ശരിയാണ്. കേരളം എന്ന 3.5 കോടി ജനങ്ങൾ ഉള്ള ഈ നാട്ടിലേക്ക്, ഈ നാടിന്, ഇവിടുത്തെ സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളുകളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നതായിരിക്കണം KCYMലിൻ്റെ ഇനിയുള്ള ചിന്ത എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരിൽ നിന്ന് ഒരു 25 നേതാക്കന്മാരെ നമുക്ക് കേരള സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയണം. ഒരു 25 സംരംഭകരെയെങ്കിലും നമുക്ക് കേരള സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയണം. ഇവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്ന്, കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് യുവജനങ്ങൾ അന്യനാടുകൾ തേടിപ്പോകുന്നത്? കേരളത്തിന് സ്വപ്നങ്ങൾ നൽകാൻ കഴിയുന്ന, പ്രതീക്ഷകൾ നൽകാൻ കഴിയുന്ന, വലിയ വലിയ ഡ്രീംസ് ഉള്ളിലേക്ക് നൽകി അവരെ വലിയ വലിയ പാതകളിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം നമുക്കില്ലാതെ പോകുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ് ഒരു സമൂഹം അന്യനാടുകളിലേക്ക് ചേക്കേറുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ലോക നിലവാരമുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയണം. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയണം. നമ്മളെ പരമ്പരാഗതമായി നമ്മൾ പഠിച്ചത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ നല്ല ഉദ്യോഗം കിട്ടണമെന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. നല്ല ഉദ്യോഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഒരു വ്യവസായിയുടെ മുന്നിൽ, അല്ലെങ്കിൽ ഒരു സംരംഭകൻ്റെ മുന്നിൽ നമ്മൾ ശമ്പളത്തിന് കൈ നീട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കൈ നീട്ടുന്നവരായല്ല KCYL പോലുള്ള ഒരു സംരംഭം, ഒരു സംഘടന ഈ ചെറുപ്പക്കാരെ ഒരുക്കേണ്ടത്. കയ്യിലേക്ക് നൽകാൻ കഴിയുന്നവരായി വളർത്തിയെടുക്കണം. സംരംഭകൻ എന്ന് പറഞ്ഞാൽ 100 പേർക്കെങ്കിലും മാസം തോറും കൃത്യമായി നല്ല നിലവാരത്തിൽ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന സംരംഭകരെ സൃഷ്ടിച്ചെടുക്കണം. ഒരു സമുദായം വളരുന്നത് ആ സംരംഭത്തിൽ ആത്മീയത, അതിൻ്റെ കൃത്യമായ ലക്ഷ്യബോധം, മൂല്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ആ സമുദായത്തിൽ എത്ര നേതാക്കന്മാരുണ്ട് എന്നതും എത്ര സംരംഭകരുണ്ട് എന്നതും കൂടി ചേർന്നതാണ്. ചിന്തകന്മാരെ നമുക്ക് ആവശ്യമുണ്ട്, ഗവേഷകരെ നമുക്ക് ആവശ്യമുണ്ട്, ശാസ്ത്രകാരന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലേക്കും പ്രതിഭകളെ സംഭാവന ചെയ്യാൻ ഈ KCYLന് കഴിയണം. അത് തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ കാലങ്ങളായി നടത്തി വരുന്നുണ്ട്, അതിൽ വിജയിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക്, അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്നതിൽ വലിയൊരു പങ്ക് ക്നാനായ സമുദായങ്ങളുണ്ട്. ഞാൻ ലോകത്ത് എവിടെ ചെന്നാലും, ജോണീസ് പറഞ്ഞത് വളരെ ശരിയാ, എവിടെ ചെന്നാലും ഒരു ഉഴവൂരുകാരനെയോ ഒരു മോനിപ്പള്ളിക്കാരനെയോ ഒരു കൈപ്പുഴക്കാരനെയോ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എവിടെയും. എൻ്റെ ആദ്യ യാത്രകളിലൊന്ന് ആദ്യത്തെ നേപ്പാൾ, പിന്നീട് ഞാൻ പോയത് മാൽദീവ്സ്, അത് കഴിഞ്ഞ് പോയത് തായ്ലൻഡ്, സിംഗപ്പൂരൊക്കെയാണ്. അപ്പോൾ ഈ തായ്ലൻഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് അവിടെയെങ്ങും മലയാളികളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവില്ലെന്നാണ്. അവിടെ ചെന്ന് ഇറങ്ങി അന്ന് രാവിലെ അവിടെ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടിയത് ഒരു അരീക്കരക്കാരനെയാണ്, ഉഴവൂരുകാരനെയാണ്.
ഏത് 1998 കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നമ്മളുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ വ്യാപകമായി അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്, മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൈഗ്രേഷൻ്റെ വലിയ സാധ്യതകൾ തേടിയുള്ള മൈഗ്രേഷന്, ഇവിടെയെങ്കിലും ലഭിക്കാത്ത സാധ്യതകൾ തേടിയുള്ള മൈഗ്രേഷനെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സാധ്യത ഇല്ലാതാവുന്നു? എല്ലാം തികഞ്ഞ ഈ നാട്, നല്ല വിദ്യാസമ്പന്നരുടെ നാട്, വിദ്യാഭ്യാസം ലഭിക്കാൻ എല്ലാ സാധ്യതയുമുള്ളൊരു നാട്, ഫലഭൂയിഷ്ടമായ നാട്, പ്രകൃതി അനുഗ്രഹിച്ച നാട്, സാധ്യതകളെല്ലാമുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥയുള്ളൊരു നാട്, ഈ നാട് ഉപേക്ഷിച്ച് മരുഭൂമികളിലേക്ക്, മഞ്ഞുമലകളിലേക്ക് നമ്മൾ കുടിയേറേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ തലമുറകളെ മികച്ച സംരംഭകരാക്കി വാർത്തെടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ KCYL നിന്ന്, ഇപ്പോൾ ഉള്ള ഈ സംഘടനാ പ്രവർത്തകരിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 ലോക നിലവാരമുള്ള സംരംഭകരെ സൃഷ്ടിക്കാൻ എന്ത് ചെയ്യണമെന്ന് ജോണീസ് ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കണം. അതിനുള്ള ഓറിയന്റേഷൻ കൊടുക്കണം. ഒപ്പം കേരളത്തെ അടുത്ത തലമുറയ്ക്ക് മുന്നിൽ, അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ മിടുക്കരായി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന, ആശയങ്ങൾ കൊടുക്കാൻ കഴിയുന്ന നേതൃനിരയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയണം. രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന, രാഷ്ട്രതന്ത്രത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു 25 പ്രതിഭകളെ കണ്ടെത്താൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ തീർച്ചയായും സമുദായവും വളരും, ആളുകൾക്ക് ഈ നാട്ടിലുള്ള പ്രതീക്ഷ വർദ്ധിക്കും. പുതിയ തലമുറകൾ അന്യനാട്ടിൽ തന്നെ പോയി ജോലി ചെയ്യണമെന്നുള്ള ആ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കും. ഞാൻ എപ്പോഴും അന്യനാടുകളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞു വിടുന്നതിനെതിരായിട്ടുള്ള ഒരാളാണ്. കാരണം ലോകം കണ്ടതുകൊണ്ടാണ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, ഏത് നാട്ടിലേക്ക് നമ്മൾ കുടിയേറി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ അവിടുത്തെ രണ്ടാമത്തെ പൗരൻ മാത്രമാകുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ അവരോടൊക്കെ ഇപ്പോൾ ലയിച്ച് ചേരുമെങ്കിൽ കൂടി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ധാരാളം വിദേശി, എല്ലാ ലോകരാജ്യങ്ങളിലെ എല്ലാ പൗരന്മാരോടൊപ്പം തന്നെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ദീർഘമായ യാത്രകൾ, അടുത്തിടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുള്ളതുപോലെ തന്നെ സ്വന്തം നാട്ടുകാരനല്ല എന്ന ചിന്ത മറ്റൊരു നാട്ടുകാരനോട് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. മാന്യന്മാർ അത് പുറത്ത് പ്രകടിപ്പിക്കാറില്ലെന്ന് മാത്രം, പക്ഷേ അത് ഉള്ളിൽ നിന്നും മായുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആദരവ് ലഭിക്കുന്നത്, നമുക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നത് തീർച്ചയായും സ്വന്തം നാട്ടിൽ തന്നെയാണെന്ന് യുവജനങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ നാട്ടിലേക്ക് തൊഴിൽ തേടി വരുന്ന അന്യനാട്ടുകാരെ നമ്മൾ എങ്ങനെ കാണുന്നോ ആ മട്ടിൽ തന്നെയായിരിക്കും അന്യനാട്ടിലേക്ക് നമ്മൾ തൊഴിൽ തേടി ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടുള്ള വികാരമെന്ന് തിരിച്ചറിയാൻ കോമൺ സെൻസ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഉറച്ചു നിൽക്കുന്ന പ്രതിഭകളെ സൃഷ്ടിക്കുന്ന ഒരു സംരംഭമായി, ഒരു യുവജന പ്രസ്ഥാനമായി KCYLും കാത്തലിക് പ്രസ്ഥാനങ്ങളും ഒക്കെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാ വിജയവും നേരുന്നു. ജോണീസ് പറഞ്ഞു ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചേക്കാമെന്ന്. വളരെ ഹ്രസ്വമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ലേബർ ആൻഡ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം സ്റ്റുഡൻസിന് എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതും ലേബർ ആൻഡിയാണ്. ഈ പറയുന്ന ഈ ഒരു ചാനൽ, സഫാരി എന്ന് പറയുന്ന ചാനൽ എപ്പോഴെങ്കിലും നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്റ്റുഡൻസ് എല്ലാവരും ഇത് കാണും, അല്ലെങ്കിൽ ഇതൊരു ബേർഡൻ ആയിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സഫാരി നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു തുടങ്ങി എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണമെന്ന്. അല്ല, ഈ സഫാരി എന്ന് പറഞ്ഞ ചാനലിൽ മുന്നോട്ട് നയിക്കാനുള്ള ആ ഒരു മോട്ടീവ് എന്താ? അത് കണ്ടിട്ടുണ്ടോ ചാനല്? കണ്ടിട്ടുണ്ട്. ഒരുപാട് ഒരാൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവേണ്ടതാണ് ഇതിനോടകം. അല്ല സാർ, അത് പറയണം. ഇവിടെ എൻ്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവണം എന്ന് വരത്തില്ല. അപ്പം എല്ലാവർക്കും അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതിന് ഏറ്റവും നല്ല മാർഗം ഇന്നു മുതൽ, ഈ വൈകുന്നേരം മുതൽ സഫാരി സ്ഥിരമായിട്ട് കാണുക. ഒരാഴ്ച കഴിയുമ്പോൾ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ടും. സാറേ, എൻ്റെ പേര് കുഞ്ഞുമോൻ കളപ്പുരയ്ക്കൽ. സാർ, 100 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംരംഭം തുടങ്ങാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള ഈ നമ്മുടെ ഉദ്യോഗസ്ഥ പ്രഭുത്വരുടെ ഈ അഴിമതി എങ്ങനെ നിർത്തി നമുക്ക് മുന്നോട്ടൊരു സംരംഭം തുടങ്ങാനുള്ള സാധ്യത ഉണ്ടാക്കാൻ ഈ നാട്ടിൽ സാധിക്കും? സാറിന് എന്നെ സഹായിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറ്റും. കാരണം ഇതൊക്കെ നമ്മളെ മനസ്സിൽ പതിഞ്ഞുപോയ, കേട്ട് പഴകിയ കുറേ തടസ്സവാദങ്ങൾ മാത്രമാണ്. എല്ലാ സംരംഭങ്ങൾ തുടങ്ങാനും ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങളൊരു IT സംരംഭം ആരംഭിക്കുമ്പോൾ, എന്തിനേറെ ഞാൻ ടെലിവിഷൻ ചാനൽ ആരംഭിച്ചപ്പോൾ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പെർമിറ്റ് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഒരു വില്ലേജ് ഓഫീസറുടെയോ ഒരു പഞ്ചായത്ത് അധികാരികളുടെയോ ഒന്നും അനുവാദം എനിക്ക് ആവശ്യം വന്നില്ല.
ഇന്ന് 12ാമത്തെ കൊല്ലവും ഞാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായി നടത്തിക്കൊണ്ട് പോകുന്നു, വിജയകരമായി പോകുന്നു. ലേബർ ഇന്ത്യ പ്രസിദ്ധീകരണം നടത്തിയപ്പോൾ ഞാൻ ചില പ്രതിസന്ധികളെ നേരിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുമല്ല, വേറെ ചില പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനെ അതിജീവിക്കലാണ് ഒരു സംരംഭകൻ്റെ ജോലി. ഒരു സംരംഭകനെ സംരംഭകനാക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സമചിത്തതയോടെ നേരിട്ട് ബുദ്ധിപരവും തന്ത്രപരമായിട്ട് സോൾവ് ചെയ്യല. അവിടെ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മൾ കരുത്ത് കാണിക്കാതെ ചുറ്റുമുള്ള സമൂഹത്തെയും തടസ്സപ്പെടുത്തുന്നവരെയും മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഈ പൊട്ടിപ്പോയെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിൽ സംരംഭകത്വം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. നമ്മളൊരു സംരംഭകനാകുന്നത് ഈ നിങ്ങൾ ജോലി കൊടുക്കാൻ പോകുന്ന 100 പേരിൽ നിന്ന് വ്യത്യസ്തനായി പ്രശ്നങ്ങളെ അതിജീവിക്കാനും തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനും കഴിവുള്ളവനെയാണ് ഈ സംരംഭകൻ എന്ന് വിളിക്കുന്നത്. അല്ലാത്തവനെ തൊഴിലാളി എന്നാണ് വിളിക്കുക. താങ്ക് യു സാർ. യെസ്, സാർ ഇവിടെ ഓക്കെ, എൻ്റെ പേര് ബെർണ എന്നാണ്. ഞാൻ പടമുഖ ഫൊറോന എന്നാണ് വരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൂടുതലും പോവാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങി നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നേറി വരികയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇവിടെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞാൽ പോലും നമ്മൾ ഇപ്പം ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. ഞാൻ എൻ്റെ BEd കഴിഞ്ഞ് ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ വിളിച്ച് കഴിയുമ്പോഴത്തേനും നമ്മളൊരു 10-20 പേർ ഒരുമിച്ചാണ് പോകുന്നത്. അതായത് ഓൾറെഡി ഇപ്പം ഞാൻ ഏകദേശം ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയതേ ഉള്ളൂ. പക്ഷേ നോർമലി നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ളത്, അതായത് പെർമനൻ്റ് ആയിട്ടൊരു ജോലി ലഭിക്കാതെ ഗസ്റ്റ് മാത്രമായിട്ട് ജോലി ചെയ്ത് ഇപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് അടുത്ത വർഷം റിട്ടയർ ചെയ്യുന്ന ഒരു ടീച്ചർ എൻ്റെ കൂടെ ഇപ്പോഴും ഗസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവിടെ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞാൽ പോലും നമുക്കൊരു ജോലി ലഭിക്കാത്ത സാഹചര്യത്തിൽ എന്ത് ബേസിക്കിലാണ് നമ്മൾ ഈ നാട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാഹചര്യം എന്ത് സുരക്ഷയാണ് നമ്മൾക്ക് ഉറപ്പാക്കുന്നത്? ഞാൻ അതുകൊണ്ടാണ് ഇതൊരു ദിവസം കൊണ്ട് സോൾവ് ചെയ്യുന്ന പ്രശ്നമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഒറ്റ ദിവസം കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളൊരു പരിഹാര മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഓരോ വർഷവും, ഈ വർഷം ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്നൊരു 25 സംരംഭകരുണ്ടാവുകയും 25 നേതാക്കന്മാരുണ്ടാകുകയും അടുത്ത വർഷം ഇതേപോലെ തന്നെ 25 സംരംഭകർ 25 നേതാക്കന്മാരുണ്ടാകുകയും അങ്ങനെ ഒരു 10 വർഷം തുടർച്ചയായി ആവർത്തിക്കുകയും ചെയ്താൽ സമൂഹത്തിലും സമുദായത്തിലും മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇവിടെ നല്ല സംരംഭങ്ങൾ ഉണ്ടാകും. ആ സംരംഭങ്ങളിൽ ലോക നിലവാരമുള്ള ഇൻഫോസിസ് പോലൊരു സംരംഭം ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അത്തരത്തിലാണ് ഈ ചെറുപ്പക്കാരൊക്കെ ഒരു കാലത്ത് ഇത്തരം വലിയ സ്വപ്നങ്ങൾ കണ്ട് മൈക്രോസോഫ്റ്റും ഇൻഫോസിസും ആപ്പിളും ഒക്കെ പോലെ ഉണ്ടാക്കിയത്. സ്വപ്നങ്ങൾ കണ്ട് ചെറുപ്പക്കാർ ആരംഭിച്ച പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇന്ന് ലക്ഷക്കണക്കിന്, നിങ്ങൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്താലും ഇന്ത്യയിൽ പോയി ജോലി ചെയ്താലും ലക്ഷക്കണക്കിന് മാസം ശമ്പളം തരുന്ന പ്രസ്ഥാനങ്ങളായി മാറിയത്. അത്തരം സംരംഭങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടാ? സായിപ്പിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരായി മാത്രം മാറാൻ, അവന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവരായി മാത്രം മാറാൻ ജനിച്ചവരാണോ നമ്മൾ? അല്ല. ആ ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് ഉണ്ടാവണം. ഇതിലൊരു മാറ്റവും വരില്ല. ഇവിടെ നമുക്ക് അന്യനാട്ടിലേക്ക് പോയി മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ള ചിന്ത എക്കാലവും നമ്മുടെ മനസ്സിലിരുന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 20 വർഷം കഴിയുമ്പോൾ ഒരു അർമേനിയയായിട്ട് കേരളം മാറും. അത് മാറാൻ ഇടവരരുത്. കേരളത്തിൽ നമ്മളിവിടെ ജീവിക്കണം. പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ജീവിച്ചു വരുന്ന നമ്മുടെ മുൻ തലമുറകളുടെയൊക്കെ പാരമ്പര്യം പേറിക്കൊണ്ട് നമുക്കും മുന്നോട്ട് പോകാൻ കഴിയണം. കേരളം ഉപേക്ഷിച്ച് അന്യനാടുകളിൽ പോയി ചേതറി ജീവിക്കേണ്ട ഒരു സമൂഹമായി നമ്മൾ മാറാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ഈ ചെറിയ തുടക്കങ്ങൾ ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാവർക്കും അതിനുള്ള അവസരം കിട്ടിയെന്ന് വരില്ല. പക്ഷേ തുടക്കം അത്യാവശ്യമാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ എല്ലാവർക്കും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. ജന്മനാട്ടിൽ തന്നെ പ്രതിഭകളായി വളരാൻ കഴിയട്ടെ. ലോകമറിയുന്ന പ്രതിഭകളെ സൃഷ്ടിക്കാൻ ഈ സമുദായത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.